അല്ലാ അല്ലാ, വളരെ രസകരമായ രൂപത്തിലേക്ക് നൗഷാദിൻ്റെ പ്രസംഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വളരെ പിടുത്തം വിട്ട കേസിലേക്കാണ് ഇപ്പോൾ നൗഷാദിൻ്റെ പ്രസംഗം പോയിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു. ഏതാ അതൊക്കെ മുതൽ മോനെ പറഞ്ഞ് ഓതി ഓതി ഓന്തായി എന്ന് പറഞ്ഞ പോലെ സംഭവം ഓതി ഓതി ഓന്തായി എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഓന്തി ഓതി 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 ഓന്തായി എന്ന് കണ്ടോലുണ്ടെങ്കിൽ നോയിക്കോളി, ഇനി കാണണ്ടോലുണ്ടോലും നോയിക്കോളി. ഞാൻ കണ്ട് ഓൻ്റെ പേരാ നൗഷാദ് എന്ന്. ഓൻ്റെ പേരാണ് നൗഷാദ് എന്ന്. ഓതി ഓതി ഓന്തായി അറിയില്ലേ, ആ ഓന്തായ ആളാണ് നൗഷാദ് എന്ന്. ഞാൻ കണ്ടോനെ, ഇതാ കാണുന്നു, നേരിട്ടും കണ്ടിക്കണം. അത് നമ്മളെ ചങ്കയായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ ഓതിയാണ്ട് ഓതിയാണ്ട് ഓന്തയിക്കാണ്. കാണെങ്കിൽ കണ്ടോളി. ഇനി ഓൻ പറയണത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ഓന്തയിക്ക് തന്നെയാണോ അല്ലേ, വെറുതെ പറയാണോ അല്ലേ നോക്കാം. നമുക്ക് ഒന്ന് പറയലോ സോജിട്ട് വാ. ഒരു ഫിറാസത്താണ് നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെടാനുള്ളത്. മനസ്സിലായോ? എന്ത് ഫിറാസത്താണ് നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞില്ലേ ഹദീസിൽ. അൽ ഉലമാഉ, ഉലമാക്കൾ, വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് എന്ന് പറഞ്ഞല്ലോ. അതിൽ നിങ്ങൾ പെട്ടിട്ടില്ല, അലിമീങ്ങൾ പെട്ടിട്ടില്ല, ഉലമാക്കൾ പെട്ടിട്ടില്ല എന്ന് ഈ മൊയന്ത് പറയണത് ഇപ്പോൾ അതാണ്. പെട്ടിക്കണത് ആരാണ്? ഉലമാക്കൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔലിയാക്കന്മാരാണ്. ഔലിയാക്കന്മാരാണ്. അത് കോമാണ്ടി, ബീരാണ്ടി, സുലൈമാണ്ടിയും പിന്നെ ഗ്ലോബലാണ്ടിയൊക്കെയാണ്. ഇവൻ പറയണതാണ് ഇപ്പോൾ കേട്ടോ. എന്ത് ഫിറാസത്താണ് നിങ്ങൾക്ക് ഉള്ളത്? ഇനി ആ ഫിറാസത്ത് ഇല്ലാതിരിക്കാനുള്ള കാരണം അതൊന്ന് പറയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ റോസുവോ? പറയാ. ഒരു വിഷയത്തിലും ഇല്ല കേട്ടോ. ഞാൻ നാളെ ചോദിച്ചില്ലേ, അള്ളാന്റെ ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? സൂറത്തു ഇബ്രാഹിം, സൂറത്തു മുഹമ്മദ്, അല്ലേ, സൂറത്തു മറിയം, സൂറത്തു ലുഖ്മാൻ. നിങ്ങൾ അനന്തരക്കാരാണെങ്കിൽ നിങ്ങളെ മൊയിലാരുടെ പേരിൽ എന്താ ഖുർആൻ വരാത്തത്? നല്ല രസമുണ്ട്. നിങ്ങളെ അനന്തരാവകാശികളാണെങ്കിൽ, നിങ്ങളാണ് അനന്തരക്കാരെങ്കിൽ നിങ്ങളെ പേരിൽ എന്താ ഖുർആൻ വരാത്തത്? ഖുർആൻ പഞ്ഞ് എന്താ വരാത്തത്? ഖുർആൻ ആഴ്ചക്ക് ഇറങ്ങണം. ആഴ്ചപ്പതിപ്പല്ലേ? ആഴ്ചപ്പതിപ്പല്ലേ? ഖുർആൻ എന്താ നിങ്ങളെ പേരിൽ വരാത്തത്? ഈ ഒരു മൊയന്ത് ചോദിക്കണ ചോദ്യമാണത്. പറയണേ. ഒരുപാട് സൂറത്തുകളുണ്ടല്ലോ. സൂറത്ത് ലുക്മാനുണ്ട്, സൂറത്ത് മറിയമുണ്ട്, ഇങ്ങനെ ഓരോ സൂറത്തുകളുണ്ട്. എന്നാൽ പിന്നെ നിങ്ങളെ മൗലിയുടെ പേരിൽ എന്താണ് ഖുർആൻ വരാത്തത്? അപ്പം ഇവൻ്റെ ധാരണയിൽ ഇപ്പോൾ ഖുർആൻ ഇപ്പോഴും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഇപ്പോൾ ഖുർആൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ? കാരണം ഇവൻ്റെ പാട്ടുകാരൻ പാടിയ കണക്കിന് ചിലപ്പോൾ ഞാൻ ഇറങ്ങണുണ്ടോ അല്ലേന്നും അറിയില്ല കേട്ടോ. ഇവൻ്റെ പാട്ടുകാരൻ പാടിയ കണക്കിനേ ഇനി ഇറങ്ങണുണ്ടോ അല്ലേന്ന് അതും അറിയില്ല. എന്താ അപ്പം നിങ്ങൾ ഇത് മൂലയുടെ പേരിൽ ഖുർആൻ ഇറങ്ങാത്തത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവൻ്റെ കണക്കൂട്ടൽ എന്താ പൊതു സംഭവം? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്നുള്ള ഈ വാരിസ്യങ്ങൾ ഉലമാക്കളാണെങ്കിൽ നിങ്ങളെ മൂലയുടെ പേരിൽ എന്തുകൊണ്ടാണ് ഖുർആൻ വരാത്തതെന്നാണ് അപ്പോൾ ഈ ചോദിക്കണതേ. ഓൻ്റെ നാടന്മാരായ മനുഷ്യന്മാരെ ആ സ്റ്റേജിലിരിക്കണ മൊയന്തുകളേന്നാണ് ഞാൻ വിളിച്ചുള്ളൂ. കാരും മൊയന്തുകളേന്ന്. സ്റ്റേജിലിരിക്കണ ആ മൊയന്തുകൾ, കുറേ മൊയന്തുകൾ, താടി നിരച്ച തന്താര് വരെ ഒന്ന് രണ്ടെണ്ണത്തിനെ കണ്ടു തലയിൽ കെട്ടിയാണ്ട് അതിൻ്റെ മുകളിൽ. ഒന്ന് അബ്ദുള്ളാൻ്റെ വാപ്പയാണ്, വേറെ ഏതോ ഒരു ചങ്ങായിനെ കണ്ടു അതിൻ്റെ മുകളിൽ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയാണ്. പോഞ്ച ചങ്ങായിമാരെ, നിങ്ങളൊക്കെ 10 കിതാബ് ഓതിയിട്ടില്ലേ എങ്ങനെയായാലും? എന്നിട്ടാണ് ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞുകൊണ്ട് ഓത്. നിങ്ങൾ വാരിസ്യങ്ങളാണെങ്കിൽ നിങ്ങളെ മൗലിയുടെ പേരിൽ എന്താ ഖുർആൻ ഇറങ്ങാത്തത്? ഇവൻ ചോദിക്കുക. പിന്നെ എൻ്റെ മൗലിയുടെ പേരിലാണ് ഖുർആൻ ഇറങ്ങിക്കണോ? അല്ല, അതും ചോദിക്കട്ടെ. സൂറത്ത് വീരാണ്ടി എന്നുണ്ടോ? സൂറത്ത് വീരാണ്ടി, സുലൈമാണ്ടി, സൂറത്ത് സുലൈമാണ്ടി, അതേമാതിരി കോമാണ്ടി, സൂറത്ത് കോമാണ്ടി എന്നുണ്ടോ? ഗ്ലോബലാണ്ടി. എന്താണ് ഇപ്പം മനസ്സിലാക്കിയിരിക്കണത്?
സൂറത്ത് അബ്ദുള്ള എൻ്റെ അബ്ദുള്ള പിന്നെ കോമാട്ടുചാലി അതാണ് ഈ കോമാണ്ടി അറിയണത്. എന്താ ഈ കോമാണ്ടി എന്ന് വേണ്ട, സൂറത്ത് അബ്ദുള്ളാൻ്റെ പേരിൽ ഇറങ്ങിക്കണോ? ഇതെന്താ ഇപ്പം അറിയണത്? എനിക്ക് തലക്ക് വെളിവില്ലെന്നാ എൻ്റെ ചങ്ങായെ. ഓതി ഓന്തായി എന്ന് പറയണത് കേട്ടിട്ടുള്ളൂ, ഇതിനിപ്പോൾ കണ്ട്. അതാണ് ഈ നൗഷാദ് എന്ന് പറഞ്ഞത്, മനസ്സിലാക്കിക്കോളി. ആന്ന് വല്ലാത്തൊരു കഥ. സുബ്ഹാന ജല്ല ജലാലു. ബാക്കിയും കൂടി പറയട്ടെ. ഔലിയാക്കളെ പേരിലുണ്ടല്ലോ, അമ്പിയാക്കളെ പേരിൽ പള്ളികളുണ്ട്, സ്വഹാബത്തിന്റെ പേരിലുണ്ട്. അമ്പിയാക്കളെയും സ്വഹാബത്തിൻ്റെ ഒക്കെ പേരിലുണ്ടേ, അത് ഉറപ്പല്ലേ? അതിനല്ലേ ഞങ്ങൾ പിൻപറ്റണേ. ഞങ്ങളതല്ലേ പിൻപറ്റണത്. അതന്നെ അല്ല ഉലമാഉ വറസത്തുൽ അംബിയായിൽ ഞങ്ങൾ പിൻപറ്റുന്നത്. ഇജ് വല്ലാത്തൊരു മനുഷ്യനായി പോയി നൗഷാദേ. ഇങ്ങനെ പേക്കേണ്ടിയിരുന്നില്ല എനിക്ക് കേട്ടോ. എനിക്ക് പിരാന്ത് എന്നല്ല, മൂച്ചി പിരാന്താണ്. എനിക്ക് മൂച്ചി പിരാന്ത് എന്ന് പറയും. അന്നൊന്നും തെരണ്ടിവാൽ അച്ചാറിൽ മുക്കി തച്ചിട്ടും കാര്യമല്ല. അന്ന ആ അച്ചാറാണ് കേടി വരും, ആ തെരണ്ടിവാലാണ് കേടി വരും എന്നല്ലാതെ ഇജു നന്നാവില്ല മോനെ, നന്നാവില്ല. അല്ലോ ഖുർആനായിട്ടപ്പോൾ കളിയായി. എന്നിട്ട് മറ്റോനെ ആ മൊയന്തുകളെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട നാടന്മാരായ പ്രിയ സുഹൃത്തുക്കളെ, അതല്ലെങ്കിൽ നൗഷാദിനെ കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോളിയും. ആഖിറം നഷ്ടപ്പെടും, ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും, യാതൊരു സംശയവുമില്ല. ഖുർആനിനെയാണ് ഇവർ ഈ പരിഹസിക്കുന്നത്. ഖുർആനിനെയാണ് ഈ വൃത്തികെട്ടവൻ, ഇത്രയും വൃത്തികെട്ട ഈ ഹംക്ക് പരിഹസിക്കുന്നത് വിശുദ്ധ ഖുർആനിനെയാണ്. നിങ്ങൾ വാരിസീങ്ങളാണെങ്കിൽ നിങ്ങളെ മോര്യരെ പേരെവിടെയാണ് ഖുർആനിൽ? അഥവാ എ പി ഉസ്താദിൻ്റെ പേര് ഖുർആനിൽ വേണ്ടിയിരുന്നു, എ പി ഉസ്താദിൻ്റെ പേരിൽ ഖുർആൻ സൂറത്ത് ഇറങ്ങേണ്ടിയിരുന്നു. ഇതല്ലോ പറഞ്ഞത്. ഇവൻ്റെയൊക്കെ വിശ്വാസം എവിടെ? ഇവൻ്റെ അഖീദ എന്താണ്? ഇവൻ എന്ത് ജാതിയാണ്? ഇവൻ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇവനാണോ ത്വരീഖത്ത്? ഇവനാണോ അഖീഖത്ത്? ഇവനാണോ ശരീഅത്ത്? സുബ്ഹാന ജല്ല ജലാലു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതുപോലത്തെ ആളുകളുടെ പിന്നിൽ കൂടിയാണ്ട് ആഖിറം നഷ്ടപ്പെടുത്തേണ്ട കേട്ടോ. ആഖിറം നഷ്ടപ്പെടുത്തേണ്ട. ഇവൻ കള്ളനാ. ഇവൻ കള്ളൻ മാത്രമല്ല, കാട്ടുകള്ളനാ. വൈലത്തൂർ തങ്ങൾ പറഞ്ഞ ഭാഷയിൽ കാട്ടുകള്ളൻ മാത്രമല്ല, പെരുങ്കള്ളനാ. കാരണം എന്തുകൊണ്ടാണ്? നമ്മളുടെ ഏകഗ്രന്ഥ ലോകത്ത് വെച്ച് ഏറ്റവും ഭരണഘടനയിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ ഭരണഘടന വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിൽ മാറ്റത്തിരുത്തലുകളില്ല, പിന്നീട് ഒരക്കമില്ല. ആ വിശുദ്ധ ഖുർആനിനെയാണ് ഇവൻ പരിഹസിക്കുന്നത്.